കടുത്ത ഒഴുക്കിന് നടുവിലും അതിരപ്പിള്ളിയിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു കുടിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ചാലക്കുടി പുഴയിലെ ശക്തമായ ജലപ്രവാഹത്തിൽ ഇന്നും പിടിച്ചു നിൽക്കുന്ന കുടിലിന് അവകാശികൾ ഏറെയാണ്. പല കഥകളും കുടിലിനെ ചുറ്റിപ്പറ്റിയുണ്ട്. ഏതായാലും ഇതിനു പിന്നിൽ അധികം ആരും ചർച്ച ചെയ്യാത്ത ഒരു ചരിത്രമുണ്ട്. 1859 ഇന്ത്യൻ രാജ്യത്തേക്ക് നിയമിതനായ ബ്രിട്ടീഷ് സൈനിക ഓഫീസർ വില്യം കോർവി തന്റെ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഇന്ത്യയിലേക്ക് നിയമിതനാകുന്നത്. അദ്ദേഹം ഭാര്യയുമായാണ് ഇന്ത്യയിലെത്തിയത്. പ്രകൃതി ഭംഗി ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹം അതിരപ്പള്ളിയുടെ വശ്യമനോഹാരിതയിൽ അതിവേഗം ആകൃഷ്ടനായി. ആ വെള്ളത്തിന് നടുവിൽ സാഹസികതയും പ്രകൃതി ഭംഗിയും സമന്വയിപ്പിച്ച് ഒരു രാത്രി ഭാര്യ സെലീഷയോടൊപ്പം താമസിക്കാൻ ഒരു കുടിൽ നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ പല തവണ ശ്രമിച്ചിട്ടും അവയ്ക്കൊന്നും ആ ഒഴുക്കിന്റെ ശക്തിയെ അതിജീവിക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് മലബാർ ഭാഗത്തുനിന്ന് കുഞ്ഞോൻ തച്ചൻ എന്ന പരമ്പരാഗത ആശാരി കുടുംബത്തിൽപ്പെട്ടയാളെ വരുത്തുന്നത്. കുഞ്ഞോൻ തച്ചൻ തന്റെ ശിഷ്യൻ ചെമ്പനുമൊത്ത് അവിടെ എത്തിച്ചേർന്നു. അദ്ദേഹം ആദ്യമായി ചെയ്തത് ഒരു വലിയ പാറ തിരഞ്ഞെടുക്കുകയായിരുന്നു. പിന്നീട് ആ പാറയിൽ ഒഴുക്കിന് അഭിമുഖമായി വരുന്ന ഭാഗം കൂർത്ത രീതിയിൽ പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒഴുക്ക് ആ പാറയിൽ തട്ടി വശങ്ങളിലേക്ക് വകഞ്ഞു മാറി പോകുന്ന രീതിയിൽ ക്രമീകരിച്ചു. പിന്നീട് ബ്രിട്ടനിൽ നിന്ന് വരുത്തിയ വലിയ കമ്പികൾ വശങ്ങളിൽ ചെറിയ പാറകൾ സമാനമായ രീതിയിൽ പാറകൾ കൂർപ്പിച്ച് അതിൽ ഉറപ്പിച്ചു. ഈ കമ്പികളാണ് ഈ വിസ്മയ കുടിൽ പണിതീർത്തത്. മുല്ലപ്പെരിയാർ ഡാം നിർമ്മാണത്തിന് ഉപയോഗിച്ച അത്ഭുത കൂട്ടായ സുർക്കി മിശ്രിതമാണ് പാറയിൽ കമ്പികൾ ഉറപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ വിസ്മയപ്പെടുത്തിയ ഈ നിർമ്മാണ വൈദഗ്ധ്യം വില്യം തിരികെ പോയപ്പോഴും മറന്നിരുന്നില്ല. ഇന്ത്യയിൽ അദ്ദേഹം 14 വർഷത്തോളം പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ഇതിനിടയിൽ ഭാര്യ സെലീഷ മരണപ്പെട്ടു. അത് അദ്ദേഹത്തെ വിഷാദ രോഗിയാക്കിയെങ്കിലും ആ കുടിൽ സെലീഷയോടൊപ്പം നിൽക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു. പിൽക്കാലത്ത് പാർലമെന്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട വില്യം ഈ ഫോട്ടോ ബ്രിട്ടീഷ് പാർലമെന്റിന് സമ്മാനിക്കുകയും ഈ ഫോട്ടോ ഇന്നും പാർലമെന്റിൽ ഇന്ത്യൻ നിർമ്മാണ വൈദഗ്ധ്യത്തിനുള്ള അംഗീകാരമായി സൂക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. തൊട്ടാൽ പൊളിയുന്ന ആധുനിക പാലങ്ങളുടെയും കെട്ടിടങ്ങളുടെയും ആധുനിക നിർമ്മിതിയുടെയും കാലത്ത് ഈ കുടിൽ ഒരു അത്ഭുതം തന്നെയാണ്. പിൽക്കാലത്ത് കുഞ്ഞോൻ തച്ചനും സഹായി ചെമ്പനും എന്ത് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. എന്നാൽ വിനോദസഞ്ചാരം പച്ചപിടിച്ച ശേഷം മാത്രമാണ് കുടിൽ സ്ഥാപിക്കപ്പെട്ടതെന്നും യഥാർത്ഥത്തിൽ ഇത് പലപ്പോഴും വെള്ളത്തിൽ ഒഴുകിപ്പോയിട്ടുണ്ടെന്നും അപ്പോഴെല്ലാം പുനർനിർമ്മിക്കുകയായിരുന്നുവെന്നും പറയുന്നവരുണ്ട്. 1991 കമൽഹാസന്റെ മരുതനായകം ചിത്രത്തിന്റെ ചിത്രീകരണ വേളയിൽ വെള്ളച്ചാട്ടത്തിന് മുകളിലായിരുന്നു ചിത്രീകരണം നടക്കുന്നത്. ഈ സമയത്താണ് ഷംസുദ്ദീനെ ആർട്ട് ഡയറക്ടർ സാബു സിറിൽ അടക്കമുള്ളവർ ചെന്നു കണ്ടത്. വെള്ളച്ചാട്ടത്തിന്റെ താഴെ നിന്ന് കമൽഹാസനെ ക്രെയിൻ ഉപയോഗിച്ച് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാണ് അവർ വന്നത്. ഷംസുദ്ദീൻ ആ ദൗത്യം ഏറ്റെടുക്കുകയായിരുന്നു. കോഴിക്കോട്ടെ ഖലാസി പാരമ്പര്യമുള്ള കുടുംബത്തിലെ വ്യക്തിയാണ് ഷംസുദ്ദീൻ. ദൗത്യത്തിന് തടസ്സമായിരുന്ന ചെറിയ കുടിൽ പൊളിച്ചു മാറ്റുകയും അതിനുശേഷം പാറയിൽ തുളകൾ ഉണ്ടാക്കി ഷംസുവും കൂട്ടരും മറ്റൊരു കുടിൽ പണിതു കൊടുക്കുകയും ചെയ്തു. കൃത്യമായ അകലത്തിൽ ആഴത്തിലുണ്ടാക്കിയ കുഴിയിൽ കാലുകൾ സ്ഥാപിച്ച് പുനർനിർമ്മിക്കുകയാണ് ചെയ്തത്. ആ അടിത്തറയിലാണ് അത് ഇന്നും പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവകാശപ്പെട്ട് ഷംസുവും ഒരു കാലത്ത് കേരളത്തിൽ ഏറെ ചർച്ചയായിരുന്നു. എന്റെ പേര് ഗീതു സതീശൻ. ഈ വാർത്ത നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക.